ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏകൻ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം GR സാർ ആണ്. സോ ഞാൻ വന്നിട്ടുള്ള നമ്മളെ ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ രണ്ട് കിടുക്കാച്ചി ക്വസ്റ്റ്യൻസുമായിട്ട് മക്കളെ വന്നിട്ടുള്ളത്. സോ ഓസിലേഷൻ്റെ അതിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ഓഫ് ആംപ്ലിറ്റ്യൂഡ് A അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷൻ ഈസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈക്വൽസ് ടു ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ അതിന് എന്ത് ചെയ്യാം? ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് കൈനറ്റിക് എനർജി ഇക്വേഷൻ അല്ലേ? എന്താണ് കൈനറ്റിക് എനർജി? എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. നമുക്കറിയാം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാടാ? വി സ്ക്വയർ നമുക്ക് ഇക്വേഷൻ അറിയാം. വി സ്ക്വയർ എന്നതാണ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് ഈ റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമേ അറിയാം അല്ലേ? നേരെ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലത്തെ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും നമുക്ക് നോക്കിയോ? കൈനറ്റിക് എനർജി K ഈക്വൽ എന്താണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ക്ലിയർ അല്ലേ? ഒരു സംശയമില്ലല്ലോ. യെസ്, അങ്ങനെ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെയുള്ള ഈ ഒരു എം ഒമേഗ സ്ക്വയർ ഞാൻ എന്ത് വിളിക്കാൻ പോവാ? K എന്ന് വിളിക്കാൻ പോവാ. അവിടെ ഫോഴ്സ് കോൺസ്റ്റന്റ് നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് മക്കളെ. ഓക്കെ അല്ലേ? സോ കൈനറ്റിക് എനർജി K ഈക്വൽ എന്താണ്? ഹാഫ് K ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? കൈനറ്റിക് എനർജി കിട്ടി അല്ലേ? ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? പൊട്ടൻഷ്യൽ എനർജി. അതിന്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കാം. നമുക്കറിയാം കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്തായിരിക്കണം? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കണം. എന്ന് വെച്ചാൽ 1 ഈക്വൽ ടു 2 ആയിരിക്കണം അല്ലെ? നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കൈനറ്റിക് എനർജി ഈക്വൽ എന്തായിരിക്കണം? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കണം അല്ലെ? നമുക്കറിയാം കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്താണ്? യെസ്, ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് അല്ലെ? നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? നോക്കിയേ, ഹാഫ് നമ്മൾ ക്യാൻസൽ ചെയ്യടാ. യെസ്, കെ നമ്മൾ ക്യാൻസൽ ചെയ്യടാ. ബാക്കി എവിടെ ആരൊക്കെ ഉള്ളത്? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെയുള്ള മൈനസ് എക്സ് സ്ക്വയറിനെ പിടിച്ച് ഇപ്പുറത്തെ കൊണ്ട് എന്തായിട്ട് മാറും? പ്ലസ് എക്സ് സ്ക്വയർ ആയിട്ട് മാറും. അങ്ങനെയാണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ത് വരും? 2x സ്ക്വയർ വരും. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ ഈസ് ഈക്വൽ എന്താണ്? 2x സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ നമുക്ക് എന്ത് പറയടാ? എ സ്ക്വയർ ബൈ 2 ആണ്. നമുക്ക് എക്സ് അല്ലേ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ ബൈ 2 ആണ്. എ സ്ക്വയർ റൂട്ട് എന്താ? എ ആണ്. റൂട്ട് 2 എന്ന് പറയാം താഴെ. സോ എന്ത് പറയും? എ ബൈ റൂട്ട് 2 ആണ്. ക്ലിയർ അല്ലേ? സോ എവിടെയാണ് നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആകുന്നത്? എക്സ് അഥവാ പൊസിഷൻ എന്തായിരിക്കണം? എ ബൈ റൂട്ട് 2 ക്ലിയർ അല്ലേ? സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇത് നല്ലൊരു ചോദ്യമാണ്, വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് എ ടൈം ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഹാഫ് ദ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഹാഫ് ദ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയാണെന്ന് പറഞ്ഞിട്ടല്ലേ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എനർജി ഈസ് കൈനറ്റിക് എനർജി ആൻഡ് വാട്ട് ഫ്രാക്ഷൻ ഈസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? നമ്മുടെ ടോട്ടൽ എനർജിന്റെ എത്ര ഫ്രാക്ഷൻ ആണ് കൈനറ്റിക് എനർജി എന്ന് കാണണം, എത്ര ഫ്രാക്ഷൻ ആണ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം. ഇത്രയും നമുക്ക് പരിപാടിയുള്ളൂ. ഓക്കെ അല്ലേ? അത് നമുക്ക് ആ ഇക്വേഷൻ ആദ്യം അറിയണോ? നമ്മളെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് ആദ്യം അറിയണം. എന്താ നമ്മുടെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ വരിക? എന്താടാ മക്കളെ നമ്മുടെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ? ഹാഫ് കെ എ സ്ക്വയർ ആണ്. ഇതാണ് നമ്മുടെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ കൈനറ്റിക് എനർജി എന്താണ് അല്ലേ? സോ കൈനറ്റിക് എനർജി എന്താ അറിയാം? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. നമുക്കറിയാം വി സ്ക്വയർ എന്ന് പറഞ്ഞ ആരാ? ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. നേരെ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് വരും? കൈനറ്റിക് എനർജി ഈക്വൽ എന്ത് വരും? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ക്ലിയർ അല്ലേ? ഒരു സംശയമില്ലല്ലോ, ഒരു തരി സംശയം പോലും ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ എം ഒമേഗ സ്ക്വയറിലേക്ക് എന്ത് വിളിക്കാം? കെ എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? എം ഒമേഗ സ്ക്വയർ എന്ന് വിളിക്കാം, കെ എന്ന് എനിക്ക് വിളിക്കാം. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? ഒരു സംശയമില്ലല്ലോ. യെസ്, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞ ആരാ? എക്സ് എന്ന് പറഞ്ഞ ആരാടാ? എക്സ് എന്ന് പറഞ്ഞ ആരാ? നമുക്കറിയാം നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താണ്? ഹാഫ് ദ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ആണല്ലേ? സോ നമുക്ക് എന്ത് കൊടുക്കണം? എ ബൈ 2 കൊടുക്കണം. ഇതവിടെ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് വരുന്ന അറിയോ? കൈനറ്റിക് എനർജി ഈക്വൽ എന്ത് വരുന്ന അറിയോ? ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എന്ത് വരും? എ ബൈ 2 ഹോൾ സ്ക്വയർ നമുക്ക് ചെയ്യണം. ക്ലിയർ അല്ലേ? അങ്ങനെ ചെയ്യാൻ പോവാം മക്കൾ. നോക്കിയോ, ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ്
a²/4. ഇതാ ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുക ഹാഫ് കെ ഇൻറ്റു എന്ത് വരും 3a²/4 എന്ന് വരും. ഞാൻ ഒരാൾ അവിടെ മാറ്റി ഇടാൻ പോവാ. ശ്രദ്ധിച്ചോ, വളരെ ശ്രദ്ധിച്ചോ, നോക്കിക്കോ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ a² ഞാൻ ആദ്യം എടുത്തെഴുതി. ബാക്കി എവിടെ ഉള്ളത് 3/4 ഈ ഹാഫ് kA² ആരാ? നമ്മളുടെ ടോട്ടൽ എനർജിയാ. ആരാണ് നമ്മളുടെ ടോട്ടൽ എനർജിയാണ്. ആരാണ് നമ്മളുടെ ടോട്ടൽ എനർജി ആണല്ലേ? സോ എന്ത് കിട്ടി നമുക്ക്? കൈനറ്റിക് എനർജി ഈസ് ദ 3/4 ഇൻറ്റു ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ ടോട്ടൽ എനർജിയുടെ 3/4 പോർഷൻ അല്ലെങ്കിൽ 3/4 ഫ്രാക്ഷൻ ആണ് ആരുള്ളത്? നമ്മുടെ കൈനറ്റിക് എനർജി കിടക്കുന്നത്. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ മുക്കാ ഭാഗമാരുണ്ട് നമ്മുടെ കൈനറ്റിക് എനർജിന്റെ. ക്ലിയർ അല്ലേ? ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം? നേരെ മൂവ് ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് kx² ആണ്. നമുക്കറിയാം x ഈക്വൽ എന്താ? a/2 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ എന്ന് പറയാം. യെസ്, ഹാഫ് k ഇൻറ്റു a/2 ഹോൾ സ്ക്വയർ ആണ്. സോ ഒന്നുകൂടി എഴുതാൻ പോവാണ്. ഹാഫ് k ഇൻറ്റു a²/4 ആണ്. ഞാൻ ഒന്ന് വൃത്തിക്ക് എഴുതാൻ പോവാണ്. ഹാഫ് kA² ആദ്യം എടുത്തത് ഇൻറ്റു അവിടെ ആരുണ്ട്? 1/4 ഉണ്ട്. ഈ ഹാഫ് kA² എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളുടെ ആരാണ്? ടോട്ടൽ എനർജിയാണ് സാറേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജീസുകൾ എന്ന് പറയാം 1/4 ഇൻറ്റു ടോട്ടൽ എനർജി എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ എനർജീന്റെ ഭാഗം എന്ന് വെച്ചാൽ എന്താ? 1/4 പോർഷൻ ആണ് ആര് കിടക്കുന്നത്? നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി കിടക്കുന്ന അർത്ഥം. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്താ കണ്ടുപിടിച്ചോളെ? യെസ്, കൈനറ്റിക് എനർജിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു, പൊട്ടൻഷ്യൽ എനർജിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. സിമ്പിൾ അല്ലേ? സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള വൃത്തിക്ക് നല്ല കോൺസെപ്റ്റോട് കൂടി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മുടെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല കിടുക്കാച്ച് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കണം. അങ്ങനെ ഇതേപോലത്തെ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇനിയും വരണം. അതുവരേക്കും ബൈ.